തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയ സമയത്ത് അമ്മയ്ക്ക് നൈറ്റി തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു നൈറ്റി തുണി ഞാനും എടുത്തിട്ടു. എനിക്ക് ഈ ഒരു കളറില്ല, അപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഉപയോഗിച്ച് നൈറ്റി ഒന്നും തയ്ക്കേണ്ട, എന്തെങ്കിലും ഒരു പുതിയൊരു മോഡൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു മോഡൽ തയ്ക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്കൊരു മോഡൽ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പം തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ചേട്ടനും മക്കളൊക്കെ പോയത് കാരണം സമയം ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചെന്നാൽ ഇനി തുടങ്ങിയേക്കാം, നമ്മുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കാമെന്ന്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഒരു 3 മീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രില്ല് പോലുള്ളൊരു ഫ്രോക്ക് മോഡൽ ഡ്രസ്സ് തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ നൈറ്റിയൊക്കെ ഇട്ട് ഒരുപാട് മടുത്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റിയൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ കുറച്ച് പൈസ ആകത്തുള്ളൂ കേട്ടോ. ഈ ഒരു തുണിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയായിട്ടുള്ളൂ കേട്ടോ. നമ്മളൊരു നൈറ്റിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു നൈറ്റിയൊക്കെ വാങ്ങണമെങ്കിൽ ഒരു 350 രൂപയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റിയുടെ ആ ഒരു നമ്മളിട്ട് നടക്കുന്ന ആ ഒരു നൈറ്റിയുടെ മോഡലൊക്കെ ഒന്ന് മാറി നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് വെട്ടുന്നത്. കാരണം നമ്മുടെ ഈ ഒരു നെഞ്ചിൻ്റെ അവിടെ വരെ കുറച്ച് ഫ്രില്ല് മോഡലും അതുപോലെ നെഞ്ചിൻ്റെ അവിടെ വരെ ഒരു കട്ടിങ്ങും താഴോട്ട് ഫ്രില്ല് മോഡലാണ് കേട്ടോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ 2ആയിട്ട് മടക്കിട്ടിട്ട് ഫ്രണ്ടും ബാക്കും കൂടി ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള തുണി ഇങ്ങനെ എടുത്തിട്ടിട്ട് ഞാൻ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ എനിക്ക് അതേപോലത്തെ ഒരു ഡ്രസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഫ്രില്ല് വെക്കാനായിട്ട് തുണി തികയത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു നമ്മുടെ നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് മാത്രം ഫ്രണ്ടിലും ബാക്കിലും ഞൊറി വെക്കാം എന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും അതിനകത്ത് നമ്മുടെ പഴയ തുണിയുടെ അളവ് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് ഞാനൊരു ചെറിയൊരു പഫ് സ്ലീവോട് കൂടിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉടുപ്പൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഷ്ടിച്ച് നമ്മൾ ഒരു കൈ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തുണിയുടെ കുറച്ച് ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് 2ാമത്തെ കൈയും വെട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പഫ് കൊടുക്കേണ്ട സ്ഥലമൊക്കെ ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഫ്രണ്ട് കഴുത്താണ് കേട്ടോ, ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തുണിയുടെ തന്നെ ചെറിയൊരു പീസും കൂടി സെയിം ആയിട്ട് നമ്മൾ ആ ഒരു നെക്ക് പീസിൻ്റെ ആ ഒരു അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടിയിട്ട് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പുറകു വശത്താണ് നമ്മൾ ഫ്രണ്ട് വശത്താണ് ആ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ ഒന്ന് കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ ഒരു ഫ്രണ്ട് നെക്കൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറകിലെ നെക്കും അതേ ഒരു മോഡലിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണിയിലെ ആ ഒരു തുണി ചെറിയ ചെറിയ പ്ലേറ്റായിട്ട് എടുത്തിട്ട് ഞൊറി വെട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടിയിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നൈറ്റിയൊക്കെ ഇട്ട് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റി തുണി വാങ്ങിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റി തുണിയാണെന്ന് ആരും പറയത്തുമില്ല. എന്നാൽ നൈറ്റിക്ക് പകരം ഒരു അടിപൊളി ഒരു ഡ്രസ്സായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയതാണ് കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ നമ്മളെ ഡ്രസ്സ് ഏകദേശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ നൈറ്റിയൊക്കെ ഇട്ട് നടക്കുന്ന അതേ ഒരു സുഖമൊക്കെ കിട്ടുന്നതാണ്. നല്ലൊരു ലൂസിലാണ് തയ്ച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ളത്. നമ്മൾ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ഞൊറിയൊക്കെ വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അത്യാവശ്യം ലൂസിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് തുണിയൊക്കെ ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ പുറകിലൊരു ബെൽറ്റൊക്കെ കെട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടിരിക്കും. ഞാൻ അതൊന്നും ചെയ്യും. ഞാനിപ്പോൾ ബാക്കിൽ ബെൽറ്റൊന്നും വെച്ചിട്ടില്ല, കാരണം എനിക്ക് തുണി അത്രയ്ക്കൊന്നും തേഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു നമ്മൾ ഡെയിലി നൈറ്റിയൊക്കെ യൂസ് ചെയ്ത് മടുത്തിരിക്കുന്നവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ. ടാറ്റാ ബൈ ബൈ, സീ യു.